viewers, welcome back to my channel. So ഇന്നൊരു സാൻഡൽസ് ഹോളാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് വൺ തന്നെ ബാറ്റേൻ്റെ ഒരു സാൻഡലാണ്. അപ്പം മെയിൻലി ഇത് നമുക്ക് കാഷ്വൽ ആയിട്ടും അതുപോലെ ഫോർമൽ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സാൻഡൽസ് ആണ്. കുറച്ച് അത്യാവശ്യം ഒരു എംബലിഷ്ഡ് ടൈപ്പാണ് ഈ ഒരു സാൻഡൽസ് വരുന്നത്. സ്ട്രാപ്പ് ആണെങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലാസ്റ്റിക് സ്ട്രാപ്പാണ് വരുന്നത്. അപ്പോൾ അത് വെച്ചുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് വരുന്നത്. വേറെ ഹുക്കോ ബക്കിൾസോ അങ്ങനത്തെ ഒന്നുമില്ല. ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1499 റുപ്പീസാണ് വരുന്നത്. പിന്നെ അധികം ഹീൽസ് ഒന്നും ഇല്ലാത്ത ടൈപ്പ് ഒരു സാൻഡൽസ് ആണിത്. ജസ്റ്റ് പ്ലെയിൻ ഫ്ലാറ്റ്സ് ആണ് വരുന്നത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇടയ്ക്കൊക്കെ നമുക്ക് എന്താ പറയുക, കുർത്ത കൂടെ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ കൂടെയൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സാൻഡൽസ് തന്നെയാണ്. ക്വാളിറ്റി വൈസ് നോക്കിയപ്പോൾ എനിക്ക് നല്ലതായിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ ഇതിൻ്റെ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു കളറാണ്. അതായത് ഒരു ഗ്രേപ്പിൻ്റെയും സിൽവറിൻ്റെയും കൂടി മിക്സ്ചർ ആയിട്ടുള്ളൊരു കളറാണ് ഈ ഒരു സാൻഡൽസിന് വരുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് ഇതിൻ്റെ എന്താ പറയുക അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. നമ്മുടെ ലെഗിൻ്റെ ഒരു സൈസ് അനുസരിച്ച് ഈ ഒരു ഇലാസ്റ്റിക് വലിയും. അതേപോലെ ഇവിടെ ഇങ്ങനെ പുള്ള് ചെയ്തിട്ട് നമുക്കിത് റിമൂവ് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടം പോർഷൻ വരുന്നത്. ഇവിടെ ആണെങ്കിലും വലിയ ഹീൽസ് ഒന്നും നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. പ്യുവർ ഫ്ലാറ്റ്സ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇനി ഇത് വാട്ടർ പ്രൂഫ് അല്ല ഈ ഒരു സാൻഡൽസ്. അതുകൊണ്ട് നമ്മൾ വാഷ് ചെയ്യുന്നതിന് പകരം ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് കൊണ്ട് നമ്മൾ ജസ്റ്റ് വൈപ്പ് ചെയ്തിട്ടൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ ഗ്രിപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലപോലെ ഗ്രിപ്പുള്ളൊരു സാൻഡൽസ് തന്നെയാണിത്. ഓവറോൾ ആയിട്ടുള്ള ഇതിൻ്റെ കുറച്ചൊരു സൂമിൻഡ് ആയിട്ടുള്ള ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം. എല്ലാവരുടെ കാലിലും ഈ ഒരു സാൻഡൽസ് മാച്ച് ആവണമെന്നില്ല. നെക്സ്റ്റ് വൺ മെട്രോൻ്റെ ഒരു വിമൻസ് മ്യൂളാണ്. വലിയധികം ഹീൽസ് ഒന്നും ഇല്ലാത്തൊരു മ്യൂൾസാണ്. ബ്ലൂ കളറാണ് ഞാൻ ചൂസ് ചെയ്തത്. ബ്ലൂ കളർ കൂടാതെ ബ്ലാക്ക് കളറും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ ക്യൂട്ടായിട്ടുള്ള ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലാണിത്. കാരണം സാധാ ഒരു ബാലറീന പോലെ ഇരിക്കുന്നൊരു മ്യൂൾസാണിത്. വലിയ ഹീൽസ് ഇല്ല, പക്ഷെ എന്നാലും ചെറിയ അവിടെ ഒരു ടൈ പോലെ വരുന്നതുകൊണ്ട് തന്നെ അതിനൊരു ക്യൂട്ട് ലുക്കാണ്. പിന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സാൻഡൽസാണ്. നമുക്കൊരു 2 ഇഞ്ച് ഹീൽസ് എങ്കിലും ഉണ്ടാവും. അതിൽ കൂടുതൽ ഹീൽസ് ഒന്നുമില്ല. പ്യുവർലി ഒരു ഫ്ലാറ്റ് മോഡൽ ടൈപ്പ് ഒരു മ്യൂൾസാണ് ഇത് വരുന്നത്. നമുക്കിതിൻ്റെ ക്ലോസപ്പ് ആയിട്ടുള്ള വ്യൂ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റിച്ചിങ്ങും അതൊക്കെ നല്ല പെർഫെക്റ്റ് ആണ്. പിന്നെ വെയർ ചെയ്യാനാണെങ്കിലും അങ്ങനെ ഡിസ്കംഫർട്ട് ഇല്ല. പിന്നെ എലാസ്റ്റിക് ആണ് വരുന്നത് സ്ട്രാപ്പ്. അതുകൊണ്ട് നമുക്കത് ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടം പോർഷൻ വരുന്നത്. ഇത് അത്യാവശ്യം നല്ലപോലെ ഗ്രിപ്പുള്ളൊരു മ്യൂൾസാണ്. നമുക്ക് ഏതെങ്കിലും ഫംഗ്ഷന് പോകണമെങ്കിലോ അല്ലെങ്കിൽ ഓഫീസിൽ പോകണമെങ്കിലോ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഹീൽസിൽ വരെ ആ ഒരു ഫ്ലോറൽ ഡിസൈനാണ് പോകുന്നത്. എന്നാൽ അങ്ങനെ വാരി വലിച്ച് അങ്ങനെ ഒരു ഡിസൈനും ഇല്ല. അപ്പോൾ നമുക്ക് പാർട്ടിക്ക് പോകണമെങ്കിൽ കൂടിയും നമുക്ക് ഈ ഒരു സാൻഡൽസ് യൂസ് ചെയ്യാം. മേലി ഫ്രോക്കിൻ്റെ കൂടെയൊക്കെ ഈ ഒരു സാൻഡൽസ് നല്ല മാച്ചായിരിക്കും. നെക്സ്റ്റ് വൺ മിന്ത്രയെന്നാണ് ഞാൻ വാങ്ങിയത്. മെട്രോ ഷൂസിൻ്റെ തന്നെ സെയിം പാറ്റേൺ തന്നെയാണ്, പക്ഷേ കളർ വ്യത്യാസം വരും. ഇതാകുമ്പം ബ്ലാക്ക് കളറാണ് വരുന്നത്. അതർ സ്പെസിഫിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിം തന്നെയാണ് വരുന്നത്. നമുക്ക് സ്റ്റിച്ചിങ് നോക്കിക്കഴിഞ്ഞാലും അതേപോലെ ഫ്ലോറൽ ടൈപ്പ് പോലത്തെ ഒരു ഡിസൈൻ കാണാൻ പറ്റും. ഇനി ഇൻറ്റീരിയർ ആണെങ്കിലും സ്റ്റിച്ചിങ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആണ്. അപ്പോൾ നമ്മളെപ്പോഴും ചൂസ് ചെയ്യുമ്പം നമ്മുടെ ലെഗ് സൈസിൻ്റെ മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം മാത്രം ചൂസ് ചെയ്യുക. പിന്നെ സ്ട്രാപ്പ് ആണെങ്കിലും ഇലാസ്റ്റിക് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് വരുന്നത്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഫിറ്റായിട്ട് തന്നെ നമ്മുടെ കാലിൽ കിടന്നോളും. പിന്നെ ഇൻറ്റീരിയർ ആണെങ്കിലും നോക്കുവാണെങ്കിലും അങ്ങനെ ഒരു ഡിസ്കംഫർട്ട് ഒന്നുമില്ല നമുക്ക് വെയർ ചെയ്യുന്ന സമയത്ത്. ഇനി ഇതിൻ്റെയും ഹിൽസ് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഹീൽസിൽ അങ്ങനെ ഒരു ഫ്ലോറൽ ഡെക്കറേഷൻ വരുന്നുണ്ട്. അതുകൂടാതെ 2 ഇഞ്ചിൻ്റെ വെരി ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഹീൽസാണ് വരുന്നത്. ഹീൽസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് സെക്ഷനിലും ഇടുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ അറിയാനുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ക്ലോസപ്പ് ആയിട്ടുള്ള വ്യൂ വരുന്നത്. എല്ലാവരുടെ ലെഗ്സിലും ഇത് മാച്ച് ആവണമെന്നില്ല. സോ നമ്മൾ എപ്പോഴും വെയർ ചെയ്ത് മാച്ച് ആവുന്നത് മാത്രം ചൂസ് ചെയ്യുക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1990 റുപ്പീസാണ്. അപ്പം നൈക്കയിലും മിന്ത്രയിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഈ ഒരു സാൻഡൽസ് അവൈലബിൾ ആണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അത്യാവശ്യം നല്ലപോലെ ഗ്രിപ്പുള്ളൊരു സാൻഡൽസ് ആണിത്. പക്ഷെ എന്നാലും ഇത് വാട്ടർ പ്രൂഫ് അല്ല. സോ നമ്മൾ ക്ലീൻ ആക്കുന്ന സമയത്ത് ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് കൊണ്ട് എന്താ ചെയ്യുക, വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സൂക്ഷിക്കുക. ആൻഡ് ഈ ഒരു സാൻഡൽസ് കുറച്ചൊരു ഒട്ടിച്ചതൊന്നും അത്ര ശരിയായതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ മറ്റതത്ര പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഇന്നത്തെ ചെറിയ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്